ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ബൈജിക്കാരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ബൈജിക്ക മാക്സിമം ഓഫർ ഈ പ്രാവശ്യം കൊടുക്കും. ഇയർ എൻഡ് ഓഫർ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഓഫറാണ്. 2010 ഡിസൈർ ഇങ്ങനെ തരാൻ പോകുന്നത് 1,80,000 രൂപയ്ക്ക്. ഒരു കാര്യം കാണിച്ചു തരാം, വേഗം വാ കാണിച്ചു തരാം. 2017 ഒരു ആൾട്ടോ വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? നമുക്കൊരു 1,90 കൊടുക്കാം. 1,90 2017 ആൾട്ടോ 1,90 തരാൻ പോകുന്നത്. അതേപോലെ തന്നെ 2010 റിഡ്സ് എത്ര കൊടുക്കാം? 1,80 കൊടുക്കാം. 1,80 2010 റിഡ്സ് 1,80 തരാം. അതേപോലെ തന്നെ ടൊയോട്ടന്റെ അർബൻ ക്രൂയിസ് വരുന്നുണ്ട്. 2021 2022 അല്ലേ? 2021 2022 രജിസ്ട്രേഷൻ വരുന്ന അർബൻ ക്രൂയിസ് നിങ്ങൾ തരാൻ പോകുന്നത് 8 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 8 ലക്ഷം രൂപയ്ക്ക്. അതേപോലെ തന്നെ വേറെ ഒരു ഓഫർ ഉണ്ടല്ലോ, 2017 ഇയോൺ ഇറ പ്ലസ് അല്ലേ? 2018 ഇറ പ്ലസ് എത്ര ചോദിക്കുന്നത്? 2,40. മാക്സിമം ബഡ്ജറ്റ് കാറുകൾ ഇയർ എൻഡ് ഓഫർ ആയിട്ട് മാക്സിമം വിറ്റയക്കലാണ്. പ്രൈസ് പറഞ്ഞൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനിയും പൈസക്കാർ നല്ലോണം കുറയ്ക്കും. കുറയ്ക്കൂലേ? എന്നാ കുറച്ച പൈസ പറഞ്ഞാൽ മതി, ഇങ്ങനെ കൂട്ടി പറയേണ്ട ആവശ്യം ഉണ്ടോ? ഇപ്പൊ 2 ലക്ഷം പറഞ്ഞാലും 2,40 ലക്ഷം പറഞ്ഞാൽ 1,90 കിട്ടുമെന്ന് വെക്കുക പാർട്ടി. അപ്പൊ അതിനെ കൊണ്ട് നിങ്ങൾ 10 രൂപ കൂട്ടിയതാണോ? അതങ്ങനെ തന്നെ. ഇയാളുള്ള പോലെ പറയണ്ടല്ലോ, ഞാൻ വെറുതെ ചോദിച്ചു തരും. അപ്പൊ എന്തായാലും പൈസ നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കരിപ്പൂര് കുമ്മിണിപ്പറമ്പ് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർവണിലുള്ളത്. അപ്പൊ എന്തായാലും ഈ ഓഫർ ആരും മിസ്സാക്കണ്ട. ഒരുപാട് ബഡ്ജറ്റ് കാരണം ഒരു വമ്പൻ കളക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസൈനാണ് തുടങ്ങാം. ഏതാ മോളിൽ വരുന്നത്? 2009 ഡീസൽ. ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് തേർഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,35. റീഫേസ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 1,85 കൊടുക്കാം. 1,85 ഫൈനൽ ആയിട്ട് കൊടുക്കാം. പേപ്പർ. ഓക്കെ, പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു എത്തിയോസ് ലീവ് ഏതാ മോളിൽ വരുന്നത്? ആണോ കേരള ആണോ? ഒറിജിനൽ കേരള. ഏതാ മോളിൽ? 2012 സിംഗിൾ ഓണർ. 2012 സിംഗിൾ ഓൺഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,45. 1,45. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഡോർ ഉണ്ട്. വേറെ ഒന്നുമില്ല. ഡീസൽ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു 3,55 കൊടുക്കാം. 3,5 ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോളിൽ വരുന്നത്? ഇത് 2013-15 രജിസ്റ്റർ. 13-15 രജിസ്ട്രേഷൻ. ZDI. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 3 ഓണർ. കിലോമീറ്റർ 1,30. 1,30. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2013-2015 ഡീസൽ അല്ലേ? ZDI. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 3,75 കൊടുക്കാം. 3,70,000 കൊടുക്കാം. മാക്സിമം ഓണ്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നിസാന്റെ സണ്ണിക്കുട്ട ഏതാ മോളിൽ വരുന്നത്? 2016 എക്സൽ. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1,30. 1,30. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 3,40 കൊടുക്കാം. വാഗണർ ഏതാ മോളിൽ വരുന്നത്? 2018 AMT. 2018 AMT. അപ്പോ ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ. എത്ര കിലോമീറ്റർ? 61,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 2,40 ഓട്ടോമാറ്റിക്. 4,40 കൊടുക്കാം. 2,40 കൊടുത്താലോ? 4,40 കൊടുക്കാം. 4,40. എന്താ കുറയോ നീ? ഇല്ല, ചെറിയ ജോലി നീ കൊടുക്കാം. എത്ര ലാസ്റ്റ് ഫൈനൽ? 4,40 കൊടുക്കാം. 4,40 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ഏതാ മോളിൽ വരുന്നത്? ഇത് 2016 VXI. 2016 പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 1,30. 1,6. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ്മെന്റ് ഡോറ് ഗ്ലാസ് ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3,90. 3,80 കൊടുക്കാം. 3,80 2016 സ്വിഫ്റ്റ് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഏതാ മോളിൽ? 2011 ആസ്റ്റ. 2011 ആസ്റ്റ ഡീസൽ അല്ലേ? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ? 1,40. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 2,10 കൊടുക്കാം. 2,10 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഹോണ്ട അമേസ് ഡീസലോ പെട്രോളോ? അമേസ് 2015 ഡീസൽ. 2015 ഡീസൽ. ആണോ കേരള ആണോ? ഒറിജിനൽ കേരള. ഓൺഷിപ്പ് വരുന്നത്? തേർഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 1,48. 1,48. റീപ്ലേസ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് ഇത് ഓഫറാണ്. ഇത് നമുക്ക് ഒരു 3,10 കൊടുക്കാം. 3,10 കൊടുക്കാം. 2015 അമേസ് 3,10 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ ഉണ്ടോ? ഇത് 2017 മോഡല്. 2017. ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 65. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 1,95 കൊടുക്കാം. 2017 ആൾട്ടോ ഉണ്ടോ? 1,95 കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ടൊയോട്ടന്റെ എത്തിയോസ് ആണോ കേരള ആണോ? റീ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ GD. 2015 GD. ഓൺഷിപ്പ് ആണത്? ഓൺഷിപ്പ് 4. കിലോമീറ്ററോ? കിലോമീറ്റർ റീ അല്ലേ?
റിയല്ലേ ഒരു 1.5 മുകളിലുണ്ടാവും. 1.5 മുകളിലുണ്ടാവും. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 3.95 കൊടുക്കാം. 3.95 കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന അമേസ് ഏതാ മോളിൽ? 2013 ഹോണ്ട അമേസ് ഡീസൽ. ഓൺഷിപ്പ് ആയിരുന്നത്? സെക്കൻഡ്. എത്ര കിലോമീറ്റർ? 1.40. റീപ്ലേസ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 3.5 കൊടുക്കാം. 3.5 കൊടുക്കാം. ഓക്കെ. ഈ റിഡ്സോ? റിഡ്സ് 2010 മോഡൽ. 2010. ഡീസലോ പെട്രോളോ? ഡീസൽ വീഡിയോ ആണ് വരുന്നത്. ഓൺഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1.35. 1.35. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1.85 കൊടുക്കാം. 1.80 കൊടുക്കാം. ഓക്കെ. ഈ എർട്ടിക കൊടുത്തതാണ്. ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? 2015 വീഡിയോ. ഓൺഷിപ്പ് സിംഗിൾ. എത്ര കിലോമീറ്റർ? ഇത് 1.25. 1.25. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 4.20 കൊടുക്കാം. 4.20 കൊടുക്കാം. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഈ ഒരു വാഗനറോ? ഇത് 2017 VXI. 2017 VXI. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ? 47,000. 47,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 3.85 കൊടുക്കാം. 3.85 കൊടുക്കാം. 2017 വാഗനർ VXI 3.85 കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഏതാണ്? CS ഇൻഡിഗോ CS. ഏതാ മോഡൽ വരുന്നത്? 2014 ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ്. എത്ര കിലോമീറ്റർ? ഇത് 1,00,000 മുകളിലുണ്ട്. 1,00,000 മുകളിൽ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ചെയ്താൽ മോഡൽ സോൾഡ് ആണ്. ഈ ഒരു ഇതോ 2012 SLS. 2012 SLX. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. എത്ര കിലോമീറ്റർ? 1.10. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 3.40 കൊടുക്കാം. 3.40 കൊടുക്കാം. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ഓക്കെ. ഈ ഒരു ഇനോവ കൊടുക്കാനുള്ളതാണോ? 2008 മോഡൽ പുതിയ പേപ്പർ. 2008 പുതിയ പേപ്പർ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് റീ ആണ്. 3 അപ്പൊ കിലോമീറ്റർ ചോദിക്കേണ്ട ആവശ്യമില്ല. G4 ആണ് വരുന്നത്. 2008 28 വരെ പേപ്പർ ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 3.40 കൊടുക്കാം. 3.30 കൊടുക്കാം അല്ലേ? 40 കൊടുക്കാം. 3.60 ചോദിക്കാൻ വേണ്ടിയാണ്. 3.40 കൊടുക്കാം അല്ലേ? ഓക്കെ. ഐറ്റം ഏതാ മോഡൽ വരുന്നത്? 2015 മാഗ്ന. 2015 മാഗ്ന. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? 3. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 97. റീപ്ലേസ് എന്താണോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 4.20 കൊടുക്കാം. 4,20,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഏതാ മോഡൽ വരുന്നത്? 2014 രജിസ്ട്രേഷൻ മാഗ്ന. 2014 2015 രജിസ്ട്രേഷൻ ഡീസൽ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1.8. റീപ്ലേസ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 4.15 കൊടുക്കാം. 4,15,000. എത്ര ലോൺ കയറും? ഇത് ഏകദേശം 4 കയറും. ഓക്കെ. അതേപോലെ തന്നെ ഓൾസാന്റെ പോളോ ഏതാ മോഡൽ വരുന്നത്? 17. ഹൈലൈൻ ഡീസൽ അല്ലേ വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ. ഹൈലൈൻ ഡീസൽ അല്ലേ? ഓക്കെ. ഓൺഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ്. കിലോമീറ്ററോ? 94,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണല്ലോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 5.10 കൊടുക്കാം. 5.10 കൊടുക്കാം. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? i20. 2014. അല്ല അത് i20 അല്ലല്ലോ, വെർണാണല്ലോ. ഉണ്ടായിന്റെ വെർണാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2014. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? തേർഡ്. കിലോമീറ്ററോ? 1.20. റിപ്പീസ് എന്താണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 4.10 കൊടുക്കാം. 4.10 കൊടുക്കാം. 2014 വെർണ 4.10 ഡീസൽ വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ആസ്പിയർ. 2016. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ്. കിലോമീറ്ററോ? 1.8. റിപ്പീസ് എന്താണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 2.80 കൊടുക്കാം. 2.80 കൊടുക്കാം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2020-21 രജിസ്ട്രേഷൻ. 2020-2021 രജിസ്ട്രേഷൻ പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 34,000 കിലോമീറ്റർ. 2020-21 രജിസ്ട്രേഷൻ. റിപ്പീസ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 2.90 കൊടുക്കാം. 6.90 കൊടുക്കാം. 6.90 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഹോണ്ട അമേസ് ഏതാ മോഡൽ വരുന്നത്? അല്ല, ഹോണ്ട സിറ്റി ഏതാ മോഡൽ വരുന്നത്? 2017-18 രജിസ്റ്റർ. 2017-2018 രജിസ്ട്രേഷൻ ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓപ്ഷൻ വി. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1.14. റിപ്പീസ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 7.5 കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കാറ്റൺ ഏതാ മോഡൽ വരുന്നത്? ആൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് ഏതാ മോഡല്? 2016 ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ. ഓട്ടോമാറ്റിക് അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 1. റിപ്പീസ് എന്താണോ? ഇല്ല. ഒന്നുമില്ല. എന്താ പറയുക? എന്ത് ചോദിച്ചാലും നോ ഇല്ല. അതിൽ നിർത്തുന്നത് വേറെ സംസാരം ഒന്നും ഇല്ലല്ലോ. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 2.20 കൊടുക്കാം. 2.20 കൊടുക്കാം. മാക്സിമം 3.20 കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന i20 ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ ഓട്ടോമാറ്റിക് CNG. 2010 പെട്രോൾ CNG. അപ്പൊ അത്യാവശ്യം എന്തായാലും മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2010 ആണ് വരുന്നത്.
സ്പോർട്സ് ഓൺഷിപ്പ് ആരത് സിംഗിൾ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് 62,000 റീപീസ് എന്താണോ ഇല്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര 245 കൊടുക്കാം 245 കൊടുക്കുക 2018 മോഡല് ഇറ പ്ലസ് 2018 ഇറ പ്ലസ് ഓൺഷിപ്പ് ആരത് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് 45 കിലോമീറ്റർ റീപീസ് എന്താണോ ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര ഇത് നമുക്ക് 240 കൊടുക്കാം 245 2018 മോഡല് 240 കൊടുക്കുക ഓക്കെ ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത് 2012 മോഡൽ 2012 ഡീസലോ പെട്രോളോ ഡീസൽ ഓൺഷിപ്പ് ആണത് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് 140 റീപീസ് എന്താണോ ഇല്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര 320 3,20,000 ഓക്കെ ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത് 2018 ZXi 2018 ZXi ഓൺഷിപ്പ് ആണത് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ 50,000 കിലോമീറ്റർ നല്ല റെഡ് കളി റീപീസ് എന്താണ്ടോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര ഇത് നമുക്കൊരു 5,85 കൊടുക്കാം 5,85,000 എത്ര ലോൺ കയറും മാക്സിമം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഡാറ്റ്സന്റെ ഏതാണ് ഗോ അല്ലേ വരുന്നത് ഡാറ്റ്സൺ ഗോ 2016 മോഡൽ അല്ലേ ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് 50,000 കിലോമീറ്റർ റീപീസ് എന്താണോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര ഇത് നമുക്കൊരു 1,80 കൊടുക്കാം 1,80,000 2016 മോഡൽ അല്ലേ 2016 മോഡൽ ഡാറ്റ്സൺ ഗോ 1,80 തരാൻ പോകുന്നത് അതേപോലെ തന്നെ ഹോണ്ട സിറ്റി അതേപോലെ തന്നെ ഹോണ്ട സിറ്റി ഏതാ മോഡൽ വരുന്നത് 2019 മോഡൽ 2019 ഡീസൽ എസ് വേരിയന്റ് ആണ് വരുന്നത് ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഇത് റീയാണോ കാരണോ റീയാണ് വരുന്നത് റീപീസ് എന്താണോ റീപ്ലേസ്മെന്റ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് 55,000 ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര നമുക്കൊരു 8,500 കൊടുക്കാം 8 ലക്ഷം രൂപ കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ ഏതാ മോഡൽ വരുന്നത് 2010 മോഡൽ LXi 2010 LXi ഓൺഷിപ്പ് സിംഗിൾ ഓർഡർ എത്ര കിലോമീറ്റർ 95,000 റീപീസ് എന്താണോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു 1,30 ഒരു 25 കൊടുക്കാം 1,25 കൊടുക്കാം 2010 1,25 മിസ് കൂടുതലല്ലേ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു വാഗണർ ഏതാ മോഡൽ 2010 VXi 2010 VXi 2010 VXi ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് കിലോമീറ്ററോ 85,000 കിലോമീറ്റർ റീപേസ് എന്താണോ ഇല്ല ലാസ്റ്റ് ഫൈനൽ പൈസ തരാം നമുക്ക് 2 രൂപ കൊടുക്കാം 2 ലക്ഷം രൂപ കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഈ റിഡ്സ് ഏതാ മോഡൽ വരുന്നത് ഇത് 2016 മോഡൽ CNG 2016 CNG 2016 CNG ആണ് എന്തായാലും മൈലേജ് കിട്ടും പെട്രോൾ CNG ഓൺഷിപ്പ് ആരത് സെക്കൻഡ് കിലോമീറ്ററോ 1,90 റീപേസ് എന്താണോ ഇല്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര ഇത് നമുക്കൊരു 2.5 കൊടുക്കാം 2 ലക്ഷം രൂപ കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ് KUV ഏതാ മോഡല് 2017 ഈ KUV ഏതാ മോഡൽ വരുന്നത് 2017 മോഡൽ 2017 ഓൺഷിപ്പ് ആരത് K8 കിലോ ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ 95,000 കിലോമീറ്റർ റീപീസ് എന്താണോ ഇല്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര നമുക്കൊരു 3 കൊടുക്കാം 3 രൂപ കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ടൊയോട്ടന്റെ അൾട്ടിസ് ഏതാ മോഡൽ വരുന്നത് 2011 ജെ ഡീസൽ റിയാണോ കേരളാണോ റിയാണ് വരുന്നത് ഓൺഷിപ്പ് ആരത് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത് 1,30 റീപീസ് എന്താണോ ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര ഇത് നമുക്കൊരു 3.5 കൊടുക്കാം 3 ലക്ഷം രൂപ കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ അതേപോലെ തന്നെ ഫോണിന്റെ എക്കോസ്പോർട്ട് ഏതാ മോഡൽ വരുന്നത് 2015-16 ഡീസൽ ഓൺഷിപ്പ് ആരത് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് 1,10 റീപേസ് എന്താണോ ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര നമുക്ക് 4 ലക്ഷം കൊടുക്കാം 4 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ ഓക്കെ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ടൊയോട്ടന്റെ അർബൻ ക്രൂയിസ് ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് ജി ആണോ വി ആണോ ജി ആണ് 2021 2022 രജിസ്ട്രേഷൻ പെട്രോൾ ഓൺഷിപ്പ് ആയിരുന്നത് ഓൺഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ 35,000 കിലോമീറ്റർ ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര 8 ലക്ഷം രൂപ കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ടാറ്റ നെക്സോൺ ഏതാ മോഡൽ വരുന്നത് 2020 മോഡൽ ഓട്ടോമാറ്റിക് ആണോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ല ഓട്ടോമാറ്റിക് തന്നെയല്ലേ ഓട്ടോമാറ്റിക് 2020 ആണ് വരുന്നത് ഡീസൽ ആണ് വരുന്നത് ഓൺഷിപ്പ് വരുന്നത് കിലോമീറ്ററോ 55,000 കിലോമീറ്റർ റീപീസ് എന്താണോ ലാസ്റ്റ് ഫൈനൽ എത്ര നമുക്കൊരു 8,75 കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ TUV ഏതാ മോഡൽ വരുന്നത് 2016 മോഡൽ ഓൺഷിപ്പ് T8 ആണ് വരുന്നത് TUV T8 ആണ് വരുന്നത് 2016 ഓൺഷിപ്പ് കിലോമീറ്ററോ 1,30 റീപീസ് എന്താണോ ലാസ്റ്റ് ഫൈനൽ നമുക്ക് 4,60 കൊടുക്കാം ഓക്കെ ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത് ഇന്നോവ 3 ഉണ്ട് ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത് 2006 26 വരെ പേപ്പർ G4 അല്ലേ വരുന്നത് റീ ആണ് വരുന്നത് ഡീസൽ പ്രൈസ് തന്നെ വരുന്നത് വി ആണ് വരുന്നത് ഓക്കെ ഇത് 8 സീറ്റർ ആണല്ലേ വരുന്നത് പ്രൈസ് തന്നെ വരുന്നത് 3 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ ഓക്കെ ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത്
2014 മോഡല് 2014-15 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസൽ ഏതാ ഓപ്ഷൻ വരുന്നത്? G4 ആണ് വരുന്നത്. റീപ്ലേസ് എന്നുണ്ടോ? 7 സീറ്റർ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്കൊരു 840 കൊടുക്കാം. 840 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇനോവ ഏതാ മോഡൽ വരുന്നത്? 2015 Z. 2015 Z ആണ് വരുന്നത്. ഓൺഷിപ്പ് കിലോമീറ്ററോ? 1.35. റീപ്ലേസ് എന്നുണ്ടോ? ലാസ്റ്റ് എത്ര? 1.10 കൊടുക്കാം. 1.10 10 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ, മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കരിപ്പൂര് കുമ്മിണിപ്പറമ്പ് വിമാനം പോണതാ. ഇപ്പൊ എന്തായാലും ബൈജുക്ക് നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കരിപ്പൂര് കുമ്മിണിപ്പറമ്പ് നമ്മളെ നേരെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ വണ്ടിയിലുള്ളത്. ഒരുപാട് വണ്ടികളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.